നോമ്പ് തുറയാണ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. ഫസിക്കാക്കൊന്നും കാണാനില്ല. ഫസിക്കാക്ക് ഭയങ്കര തിരക്കാ. ഒരു നിക്കറിട്ട് നടക്കുകയാണ്. എന്റെ മാനം കളയല്ലേ ഹിബ. Guys, ഹിബന്റെ ഡ്രസ്സിങ് നോക്കിക്കോളെ, കാണിച്ചരാ മോനെ. ഗൈസ് ഗൈസ് കഫ്താനൊക്കെ വെളിച്ചല്ല. ഇവിടെ ഇങ്ങോട്ടേക്ക് നിക്കാവോ? ഒന്ന് ഇങ്ങോട്ടേക്ക് നിക്കാവോ? എത്ര ഡ്രസ്സാ എല്ലാരും വിറ്റ് കഴിഞ്ഞ വരെ ഡ്രസ്സില്ല എന്ന് പറഞ്ഞപ്പോ ഫുള്ള് ഡ്രസ്സായിട്ട് ഹിബക്ക് ഒരൊറ്റ ഡ്രസ് പോലും ഫസ്റ്റാക്കി എനിക്ക് തരില്ല. എന്നോട് പറയും ഇതിൽ പോവാത്ത ആർക്കും വേണ്ടാത്ത ഡ്രസ് എടുത്തോന്ന്. അത് തന്നെ. അപ്പൊ എന്തായാലും ഗൈസ് ഇത് നമ്മളിൽ വന്ന കഫ്താനാണ് കേട്ടോ. അപ്പൊ അതൊക്കെ അവിടെ കേട്ടെ. ഈ കഫ്താന് വേണ്ടി ഒരു വാട്സപ്പിൽ ഒന്ന് ഓർഡർ ചെയ്യാം. എല്ലാരും വാട്സപ്പിൽ മാത്രം ഒന്ന് ഓർഡർ ചെയ്യാം. യെസ്. അത് അവിടെ കേട്ടെ ഗൈസ്. അപ്പൊ ഇന്നത്തെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഇവിടുത്തെ നോമ്പ് തുറയാണ് അല്ലെ. ഇവിടുത്തെ നോമ്പ് തുറ ആരും കണ്ടിട്ടില്ല. മമ്മിയൊക്കെ വരുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നത്. അതെ. ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒലക്കാണ് ഇവിടെ എന്ന് 2 കടി 2 ജ്യൂസ് ഉണ്ടാവില്ലേ ഗൈസ്. ഇന്ന് മമ്മി വരുന്നുണ്ട്. അപ്പൊ കുറച്ച് സ്പെഷ്യൽസ് ഒക്കെ നമുക്ക് തിന്നാം. പിന്നെ നമ്മളെ ക്യാമറമാനും ടീംസ് ഒക്കെ ഉണ്ട് അല്ലെ. ബീൻ ബാഗിൽ ദിസ് ഈസ് അവർ കളക്ഷൻസ്. ക്യാമറമാൻ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കാണ്. ഇവന്റെ വർക്കും ചെയ്യും, നമ്മളെ വർക്കും ക്രിക്കറ്റിലെ അമ്പയർ ഗോൾ അടിച്ചു. ഗോളല്ല പോടുന്നു. എടാ കോളിംഗ് ഗൈസ്. അപ്പം എന്തായാലും ഈ ഏരിയ നിങ്ങൾ കാണണ്ട. ഇത് കാണുമ്പോ നമുക്ക് സങ്കടമാണ്. അതിനെ നമ്മൾ അങ്ങോട്ട് ഇപ്പൊ നോക്കാറേ ഇല്ല. പിന്നെ നമുക്ക് വേറൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഈ ലിയോനെ കൊടുത്താലോ എന്ന് ആലോചിക്കണ്ടേ. ബിക്കോസ് ദിസ് ഗിവ്സ് us എ ബാഡ് മെമ്മറി അല്ലേ. കാണുമ്പോ ഭയങ്കര സങ്കടമാണ്. അതിനെ കൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കാറില്ല. പിന്നെ വെള്ളം തീർന്നിട്ടുണ്ട് അല്ലേ ഗൈസ്. പിന്നെ കുറെ പണികൾ ഇവിടെ പിടിപ്പേട് പണികളാണ്. നമ്മളിപ്പോ വൈകുന്നേരം മാത്രമേ കിച്ചണിലേക്കൊക്കെ കേറാറുള്ളൂ. അതിനുള്ള സമയമില്ല അല്ലേ. ഇത് കഫ്താനാട്ടോ ഗൈസ്. കഫ്താൻ പൊളിച്ചു. അപ്പൊ ഇതിന്റെ വീടൊന്ന് റീൽസിൽ വരുന്നുണ്ട്. സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് ആണ്. അതിനെ കൊണ്ട് നല്ല എൻജോയ്മെന്റ് ഉണ്ട് അല്ലേ. ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് മമ്മി വന്നിട്ട് ഇവിടെയുള്ള വിഭവങ്ങൾ സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് കാണിച്ചു തരുന്ന ഇന്നൊരു പ്രോപ്പർ ഇത് വ്ളോഗ് ആയിരിക്കും അല്ലേ. ലെറ്റ്സ് ഗോ. അപ്പൊ ഇന്നത്തെ ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞതാ. ഞാൻ പിന്നെയും ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് ആരാ ഇവിടെ ഉള്ള നോക്കി. ആരാണ് ഒന്നോട് ഒറ്റ പറയും. ഒറ്റ കൊടുത്താളാം എല്ലാവർക്കും. ഒറ്റ കൊടുക്ക്. ഒറ്റന്ന് പറയും. ബാ വിളിക്ക എല്ലാരും. അപ്പൊ യാരും ഇവിടെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് ചിക്കൻ ചോറാണ് യാരുവിന്. ചിക്കൻ പൊട്ടാറ്റോ ചോറ്. മോനെ ഇനി വേറെ എന്താ വേണ്ടത്. അപ്പൊ യാരും ഇനി കുറച്ചായിട്ട് തിന്നാൻ വേണ്ടി പോവാണ് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാനൊരു ഏറ്റവും ഇഷ്ടം വെള്ളം കുടിക്കാനാട്ടോ. വെള്ളം കുടിക്കുമ്പോ ഭയങ്കര സന്തോഷം. എന്നാ വെള്ളം സ്പൂൺ വാരാൻ ഞാൻ തരില്ല കൂട്ടെ. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഈ ബാറ്റിലാണ്. ഇതില് ജയിക്കുന്നത് മിക്കവാറും യാര് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഓളെ കൊണ്ടൊരു 3/4 ഭാഗം തിന്നിപ്പിക്കാം. ഓക്കെ നമുക്ക് തിന്നാൻ തുടങ്ങിയാലോ. എന്നിട്ട് നമുക്ക് നോമ്പ് തുറന്റെ വിഭവം ഉണ്ടാക്കാനുള്ള. എന്ന് സുലുമ്മ വരുന്നുണ്ട്. എന്റെ സുലുമ്മ ആരു ഇമ്മ വരുന്നുണ്ട്. ഇമ്മ ഇവിടെ ആരുണ്ട്? ഇമ്മ വരുന്നുണ്ട് കൂട്ടുമതി.
നമ്മള് നിസ്കരിച്ച് നോമ്പ് പറ്റി ഖുറാൻ ഓതി നടക്കുമ്പോ താങ്കൾ ഇവിടെ നിക്കറിട്ട് നടക്കാണോ? യാരാ ബാപ്പക്കൊരു ഒറ്റ കൊടുക്കും, ഒറ്റ ഒറ്റ കൊടുക്കും. Okay, high five. Give me high five. High five. Okay. Perfect. Okay. തെറ്റാണ് കേട്ടോ. അപ്പൊ നമ്മളെ മമ്മി ജാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മമ്മി ജാൻ, ഇന്ന് ഇവിടെ എന്താണ് ഫുഡ്? ഇന്ന് 5 സ്റ്റാർ ഫുഡ് കിട്ടും. ഇന്റെ കൂടെ കൂടാതാ നല്ല ഉണങ്ങാന്ന് ഉമ്മ പേടിക്കണ്ട. ഞാൻ നല്ല കടികളൊക്കെ ഉണ്ടാക്കി തന്നെ. നിങ്ങള് എന്ത് ജ്യൂസ് അടിക്കല് ഞാൻ തരാം. ഞാൻ 3 ജ്യൂസ് അടിക്കും. നിങ്ങൾ പേടിക്കണ്ട. ജ്യൂസ് വൽക്ക് എന്നും കിട്ടും. ഈസോ എന്താണ്ട അഭിപ്രായം? എങ്ങനെ ജ്യൂസ് മാത്രം കിട്ടലുണ്ടെന്ന്? എന്തായാലും എനിക്ക് കബാബ് ഉണ്ടാക്കി തന്നില്ലേടാ? അതിന് മുന്നേ ദിവസം എനിക്ക് കപ്സ് ഉണ്ടാക്കി തന്നില്ലേ? കിട്ടിയോന്ന് പറയരുത്. അതെ ഓന് ഇമ്മനെ മിസ് ചെയ്തു പോയി. നമ്മള് ഒരു സാധനം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. ഇന്ന് ഇസുവിന്റെ കൂടെയാണ് പുറത്തേക്ക് പോണത്. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് എടുക്കാണ്ട്, എന്നിട്ട് കുറച്ച് പച്ചക്കറി സാധനങ്ങൾ വാങ്ങാണ്ട്, പിന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ ഐറ്റംസ് നോക്കാണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. നമ്മൾ ഇതിലേക്ക് ഒന്ന് സ്റ്റഫ് ചെയ്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. പിന്നെ മമ്മി വന്നുകൊണ്ട് കുക്കിങ്ങും പരിപാടികളൊക്കെ മമ്മി ഏറ്റെടുക്കുമല്ലോ. ബാക്കി സൈഡ് പരിപാടി ചെയ്താൽ മതി. ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ യാരയുണ്ട് മമ്മീൻ്റെ അടുത്ത് നിന്നോളും. അയ്യേ, അപ്പൊ ദാ ഇവിടേക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ മമ്മി ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട്. സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ടോപ്പൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് മമ്മി. ടോപ്പ് ഒന്നും അങ്ങനെ സ്പേസ് ഒന്നും ഇല്ലമ്മ. ഞാൻ എവിടെയെങ്കിലും വെക്കും സൂപ്പിലേക്കുള്ള. ഓ മമ്മി ഇവിടെ എന്താ കഴിക്കണേ? എന്താ അതിന്റെ ഈ ആരിന്റെ പാത്രാണ്? അതിലാണ് കോൺഫ്ലോർ ആണ്. ഒന്നും കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇപ്പൊ നോമ്പോറൊക്കെ? സൂപ്പർ അല്ലേ? സൂപ്പറാ. അതന്നെ വരുമ്പോഴല്ലോ സെറ്റ് ആക്കി തന്നില്ലേ? എല്ലാരോടും നമ്മൾ വരാൻ പറയും, എന്നിട്ട് ഓരോട് ഇവിടുത്തെ കുക്ക് ചെയ്യാൻ പറയും. അതാണ് നമ്മള് നോമ്പോറ. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? ഹൈഫൈന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഫുള്ള് സാധനങ്ങളുണ്ട്. എപ്പോഴാ കൊണ്ടതൊന്നും ചോദിക്കണം. നല്ല രസല്ലേ ഗൗണാണേ? നിങ്ങൾ ഇനി ഒരു ഗൗൺ ഇട്ടോളി. എന്താ അഭിപ്രായം? പെരുന്നാക്ക് ഗൗണായാലോ? ഓക്കേടാ. അപ്പൊ മമ്മിയോടെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ജോയിൻ ചെയ്യും മമ്മീന്റെ അടുത്തേക്ക്. അപ്പൊ നമ്മളെ ഗൗണാണ് കേട്ടോ വരുന്നത്. ആദ്യം ഞങ്ങൾക്ക് കാണിച്ചുതരാം. സെറ്റാണ്, സൂപ്പർ. നല്ല അടിപൊളി ഗൗണ്, വെസ്റ്റേൺ ഡ്രസ്സസ്, അതുപോലെ ചുരിദാറുകളൊക്കെ നമ്മളെ പേജിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആവശ്യമുള്ളവരൊക്കെ വേഗം DM ചെയ്യുക. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേഗം സെറ്റാക്കുക. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഷൂട്ടിന് പോവാണ്. അതിന് വേണ്ടി മാറ്റിയതാണ്. ചിപ്പൊക്കെ ഇവിടെ റെഡിയാണ്. വാ, ഇവന് ഇവിടെ ഇരുന്ന് എന്തെല്ലൊക്കെ ചെയ്യുന്നുണ്ട്. ചെപ്പൊക്കെ കഴിഞ്ഞ്. നോമ്പ് തുറക്കെ എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല നോമ്പ്. എങ്ങനെയുണ്ട് നമ്മളെ ഹൈഫൈന്റെ ഡ്രസ്? എങ്ങനെയുണ്ട്? സൂപ്പർ ഡ്രസ്. വീഡിയോ എടുക്കണ്ടേ? നമ്മള് സൺലൈറ്റിലാണ് എടുക്കുക. സൂപ്പർ ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ്. ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്ന ഡെനിം സ്കേർട്ട് ആണ് ഇത്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഷൂട്ടിലേക്ക് പോവാം അല്ലേ? മമ്മി ഇതവിടെ ഇറച്ചിപ്പത്തിരി പൊടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത വിഭവം എന്താന്ന് വെച്ചാല് മമ്മി ഇവിടെ സെറ്റ് ആക്കി കൊടുക്കണല്ലോ. ഓ, മുട്ട ബജിന്റെ ഒരു ന്യൂ വേർഷൻ. ഇതൊക്കെ ഇവിടെ നിന്ന് ഇപ്പൊ ഉണ്ടാക്കിയ മമ്മി ആളൊരു കില്ലാടി തന്നെ. ഇവള് ഇവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. മാംഗോ ജ്യൂസ് ആൻഡ് എന്തെങ്കിലും ജ്യൂസ്. 2 ജ്യൂസ് നിർബന്ധം. ഒന്ന് ലൈം ആക്കാണ് നല്ലത്. അപ്പൊ നമുക്ക് മാംഗോ ജ്യൂസ് അടിക്കാം. നോമ്പ് തുറയാണ് ഈ കാണുന്നത്. എല്ലാരും ഉണ്ട്. മമ്മി യാരൊക്കെ എന്ത് നോമ്പ് തുറ. കബാബ് ഉണ്ട്, ഇറച്ചിപ്പത്തിരി ഉണ്ട്, മാംഗോ ഉണ്ട്, ലെമൺ ജ്യൂസ് ഉണ്ട്. എങ്ങനെയുണ്ട്? മമ്മിന്റെ പുതിയ റെസിപ്പിയാണ് അല്ലേ? കിടിലൻ കബാബ് ഉണ്ടോ? അപ്പതാ നമ്മളെ ക്യാമറമാൻ മമ്മി, പിന്നെതാ നമ്മുടെ അളിയൻ, എല്ലാരും ഉണ്ട്.
ആകാശത്തിന്റെ കളറൊക്കെ വയലറ്റ്, എന്താ രസം. മമ്മീന്റെ സ്പെഷ്യൽ എന്താന്ന് നോക്കാം. ഞാൻ നോമ്പ് തുറന്നു. അപ്പൊ മമ്മീന്റെ സ്പെഷ്യൽ നോക്കി നോക്കാം. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഫസ്റ്റാകെ നിസ്കരിച്ചോ? കഴിക്കാൻ പോവാം. അതിന് മുന്നേ ഇതാ അവിടെ സൂപ്പ് കുടിക്കാണ് കേട്ടോ. എന്താ പരിപാടി? ഓ എന്തോ ഇതിലേക്ക് ഫയലില് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാണ്. യാ അപ്പൊ ഫസ്റ്റാകെ ഇതിന്ന് ഇതിലേക്ക് ആക്കിയിട്ട് ഇതിന്ന് ഫസ്റ്റാകെ തലയിലേക്ക് കൊടുത്തു. ഒരു വയറുണ്ട്. ഇവന്റെ തലയിലേക്ക് ആക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഓൾക്ക് തല ഇല്ലാത്തതിനോട് ഇന്റെ തലയിലേക്ക് ആക്കാൻ വിചാരിച്ചു. എല്ലാരും ഇത് ചിരിച്ചെടുക്കും. ഫസ്റ്റാക്ക് കുറെ കാലത്ത് വിചാരിച്ചു അടിച്ച് ചളിയല്ലേ. പിന്നെ ഫസ്റ്റാക്ക് ഈ ഇടായിട്ട് നല്ല വൃത്തിയിട്ട സ്വഭാവമാണ്. ഞാൻ പിന്നെ സൈക്കാണ്. എപ്പോഴാ ഞാൻ എറിയാന്ന് എനിക്കറിയില്ല. അതുവരെ എന്റെ കൂടെ നിക്കാൻ കഴിഞ്ഞാൽ ഗെറ്റ് ഔട്ട്. ഓക്കെ ഇവക്ക് കഷ്ടപ്പെടാൻ വയ്യ. അയ്യോ ഞാൻ കഷ്ടപ്പെട്ടു. ഒറ്റ കൊണ്ടേ വെച്ചോ. കഷ്ടപ്പെടുന്ന ആള് കഷ്ടപ്പെടുന്ന ആളല്ലേ. ഒറ്റ അതിനിപ്പോ ഒന്ന് നടന്നുകൊണ്ടേ വെച്ചാ പോരെ. അയ്യോ കഷ്ടപ്പെടാൻ വയ്യ. മോളെ പപ്പന്റെ കൂടെ കളിച്ചട്ടെ. അതേസമയം മമ്മിയാണ് ഇവിടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ. മമ്മീനെ ഇവിടെ നോമ്പറക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. മമ്മി ചോദിക്കാണ് എന്നെ അപമാനിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. മമ്മി പറയണേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ നോമ്പറക്കാനേ വരില്ല. ഇവിടെ കടികിടാനും മണി കിടകിടുന്ന് അങ്ങനെയാണ് ഇവിടെ എല്ലാ പരിപാടികളും. ഇപ്പൊ ഭയങ്കര തിരക്കായോണ്ട് പരിപാടികളൊന്നും നടക്കണില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ നോമ്പുതുറ വിശേഷങ്ങള്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കുള്ള ചിക്കൻ കറി ഇവിടെ മമ്മി ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്ച്ചോറോ അല്ലെങ്കിൽ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ലിയോ വീണ്ടും ഞാന് റിയോനെ കാണാഞ്ഞിട്ടാണ് തോന്നുന്നു ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ ചിക്കൻ കറി ഇവിടെ സെറ്റാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ യാറിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അതായിരുന്നു ഞങ്ങളുടെ. പിന്നെ ഇത് നമ്മളെ പാർസൽ പോയ സംഭവങ്ങളാണ്. ഇതൊക്കെ ഇനി ഒന്ന് റെഡി ആക്കണം. ഇവിടെ ഫുള്ള് മെസ്സി ഹൗസാണ്. ഞങ്ങളൊക്കെ മെസ്സി ഫാൻസ് ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് മെസ്സി ഹൗസാണ്. പരിപാടികളൊന്നും നടക്കണില്ല. ഞാനൊരു പരി ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും പറഞ്ഞ ഇവള് വരുന്നേ. അത് കഴിഞ്ഞോളെ വാപ്പന്റെ ഓരോ കണ കേൾക്കണം. അപ്പൊ ഇതാണ് ഇന്നത്തെ നോമ്പുതുറ വിശേഷം. ഈ നാളെ എന്ത് വീഡിയോ വേണമെന്ന് എല്ലാരും കമന്റ് ചെയ്യുക. ബിക്കോസ് റെസിപ്പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ള് കുക്ക് ചെയ്യുന്നതാണ്. ഫസ്റ്റിക്കാക്ക് ഒരു ഭയങ്കര ലാഗാണ് ഇപ്പൊ. ഫസ്റ്റിക്കാക്കല്ലേ എന്നെ പ്രോത്സാഹിപ്പിക്കണില്ല ഒന്നും ചെയ്യാൻ. ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റിക്കാക്ക ഫുള്ള് ബിസിനസ്സിലാണ്. യൂട്യൂബിലേക്കൊന്നും വരുന്നില്ല. യൂട്യൂബിന്റെ ഓഡിയൻസിനെ ഇതൊക്കെ ഇവിടെ കെട്ടിക്കിടക്കും കേട്ടാ. അതിനകത്ത് യൂട്യൂബിലെ ആൾക്കാരെ മറക്കാൻ പറ്റുമോ? യൂട്യൂബിലെ ആൾക്കാരെ മറക്കാൻ എനിക്ക് സമയം വേണ്ടേ. ഒരു ദിവസം 42 മണിക്കൂർ ഉണ്ടെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷെ 24 ഉള്ളൂ. അതുകൊണ്ട് ഫസിക്കാക്ക് പറഞ്ഞാലും ഞാൻ നിങ്ങളെ മറക്കൂല. എനിക്ക് നിങ്ങളാണ് വലുത്. അപ്പൊ ഞാൻ ഓരോ ദിവസമായിട്ട് ഇതിന്റെ ഓരോ സംഭവങ്ങളായിട്ട് കാണിച്ചുതരാം. ഇനി അടുത്ത പരിപാടികൾ എന്താ വെച്ചാൽ നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യാം. ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാം.